അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പുമായി റഷ്യ. അമേരിക്ക വിവിധ രാജ്യങ്ങളെ നിർത്തി റഷ്യക്കെതിരെ തിരിഞ്ഞാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലെത്തും. എന്നാൽ യൂറോപ്പിലാണ് യുദ്ധമെന്ന് കരുതി അമേരിക്ക ആശ്വസിക്കേണ്ട. യൂറോപ്പിൽ മാത്രമായ ആ യുദ്ധം ഒതുങ്ങില്ല. റഷ്യ അതിന് സമ്മതിക്കില്ലെന്നും പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനാണ്. അമേരിക്കയെ ആക്രമിക്കുമെന്നാണ് പുടിൻ തന്റെ പുതിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. യുക്രൈന്റെ കുർസ്ക് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. അധിനിവേശത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ തീക്കളിയാണെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്ക മൊത്തത്തിൽ കെണിയിലായ അവസ്ഥയിലാണ്. രണ്ട് മേഖലയിലാണെങ്കിലും ഒരേ സമയം റഷ്യയും ഹിസ്ബുള്ളയും ആക്രമിക്കുന്നത് അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളെയാണ്. ഈ അവസരം മുതലെടുത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പെട്ടുപോകുക. നിലവിൽ അമേരിക്കയുടെ ആയുധക്കലവറ കാലിയായിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണ്. ഓഗസ്റ്റ് 6-നാണ് റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖലയിലേക്ക് യുക്രൈൻ കടന്നു കയറിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വിദേശ ആക്രമണമാണിത്. ഇതിനെതിരെ തക്കതായ പ്രതികരണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. യുക്രൈൻ ആയുധങ്ങൾ നൽകിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കുഴപ്പങ്ങൾ ചോദിച്ചു വാങ്ങുകയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രതികരിച്ചു. 2022-ൽ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ആണവ ശക്തികൾ ഉൾപ്പെടുന്ന വിശാലമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് റഷ്യ പറയുന്നുണ്ട്. US നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യവുമായി പ്രശ്നത്തിനില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യുക്രൈന്റെ റഷ്യയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ. ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യയും ചൈനയും അവരുടെ സഖ്യകക്ഷികളും ഇടപെടുമെന്ന അഭ്യൂഹവും മേഖലയിൽ ശക്തമാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും അതിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം ഇറാന്റെയും റഷ്യയുടെയും അറിവോടെ തന്നെയാണെന്നാണ് CIA കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നതും. ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിഭാഗവും ഇറാഖിലെ പ്രതിരോധ സേനയും ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് അമേരിക്കൻ ഏജൻസികൾ സംശയിക്കുന്നത്. റഷ്യയുടെ 2020-ലെ ആണവ നയം പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയായാൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ്. ബ്രിട്ടീഷ് ടാങ്കുകളും US റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ആയുധങ്ങൾ യുക്രൈൻ കുർസ്കിൽ ഉപയോഗിച്ചതായി റഷ്യ ആരോപിച്ചു. കുർസ്കിലെ പാലങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ മിസൈലുകൾ ഉപയോഗിച്ചതായി യുക്രൈൻ തന്നെ സമ്മതിച്ചതായി റഷ്യ ആരോപിച്ചു. എന്നാൽ യുക്രൈന്റെ കുർസ്ക് പദ്ധതികളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നുമാണ് അമേരിക്കയുടെ വിശദീകരണം.